കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ നീണ്ട പോലീസ് സേവനത്തിനൊടുവിൽ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള IM വിജയൻ ഇപ്പോൾ ഔദ്യോഗികമായി വിരമിക്കുകയാണ്. കേരള പോലീസ് ടീമിൽ പന്ത് തട്ടാനെത്തിയ വിജയൻ വിരമിക്കുന്നത് MSP ഡെപ്യൂട്ടി കമാൻഡ് എന്ന ഉന്നത പദവിയിൽ നിന്നുകൊണ്ടാണെന്നതും ഒരു പ്രത്യേകതയാണ്. കൂടാതെ വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് ഈ സ്ഥാനക്കയറ്റം ലഭിച്ചത് യഥാർത്ഥത്തിൽ കരിയറിലെ ഒരു സവിശേഷമായ ഒരു അനുഭവം കൂടിയാണെന്ന് പറയുവാൻ കഴിയും. വിരമിച്ചെങ്കിലും തന്നിലെ ഫുട്ബോൾ അവസാനിക്കുന്നില്ലെന്നും കുട്ടികൾക്കായി ഒരു അക്കാദമി തുടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും IM വിജയൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു. പോലീസിൽ നിന്ന് മാത്രമേ വിരമിക്കുന്നുള്ളൂ, ഫുട്ബോളിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. സ്ഥലം ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു ഫുട്ബോൾ അക്കാദമി തന്നെയായിരിക്കും തുടങ്ങുവാൻ പോകുന്നത്. മാത്രമല്ല, മന്ത്രി രാജൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിജയൻ വ്യക്തമാക്കുകയുണ്ടായി. നല്ലൊരു അക്കാദമി തുടങ്ങിയതിനു ശേഷം അതിലൊരു കുട്ടിക്കെങ്കിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചാൽ അത് എന്നെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു കാര്യമായിരിക്കും. അതിന് പിന്നിലെ കാരണം ഞാനൊരു സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നതാണ്. മാത്രമല്ല, 3 കൊല്ലം ക്യാമ്പിൽ നിന്നായിരുന്നു ഞാൻ വന്നിരുന്നതും. കേരള പോലീസാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്നും പറയാം. മാത്രമല്ല, അതുപോലെ ഞങ്ങളുടെ അക്കാദമിയിൽ നിന്ന് ഒരാൾക്കെങ്കിലും രാജ്യത്തിന് വേണ്ടി കളിക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയായിരിക്കും. കേരള ഫുട്ബോളിന്റെ മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്ത് നിന്ന് വിരമിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. വിജയന്റെ പോലീസ് കരിയറിലെ ശ്രദ്ധേയമായ സംഭവം എന്നത് വിരമിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹത്തിന് ലഭിച്ച ഈ സ്ഥാനക്കയറ്റം തന്നെയാണ്. മലപ്പുറം MSPയിലെ അസിസ്റ്റന്റ് കമാൻഡായിരുന്ന അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കമാൻഡറായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുകയാണിപ്പോൾ. സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നിയമനം പ്രധാനമായിട്ടും നൽകിയതും. വിജയന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ടാണ് ഈ പ്രത്യേക സ്ഥാനക്കയറ്റം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഒരു മികച്ച കളിക്കാരൻ എന്നതിനേക്കാൾ ഉപരി കേരള പോലീസിന്റെ അഭിമാന സ്തംഭം കൂടിയാണ് IM വിജയൻ.